നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. വിഷാദരോഗം എങ്ങനെ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ച് ഭേദമാക്കാം എന്നതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ കെ വിധുകുമാറാണ് നമുക്കൊപ്പമുള്ളത്. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, ഇന്നത്തെ വിഷയം തന്നെ അത്രയും പ്രാധാന്യം നിറഞ്ഞൊരു വിഷയമാണ്. പലപ്പോഴും ഈ വിഷാദരോഗം അഥവാ ഡിപ്രഷൻ എന്നത് നമ്മളിപ്പോൾ വളരെയേറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രോഗാവസ്ഥയാണല്ലോ. അപ്പോൾ എന്താണ് ഈ വിഷാദരോഗം അല്ലെങ്കിൽ ഈ ഡിപ്രഷൻ എന്ന അവസ്ഥ? ഇത് കൂടി വരുന്നൊരു സാഹചര്യം നിലവിലുണ്ടോ, അതോ ഇപ്പോൾ കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങിയത് കൊണ്ടാണോ? വിഷാദരോഗം എന്ന് പറയുന്നത് ഒരു തീവ്രമായ, വളരെ സാധാരണയായി കാണപ്പെട്ടു വരുന്ന ഒരു മാനസിക രോഗമാണ്. ശരിക്കും പറഞ്ഞാൽ വിഷാദം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വിഷാദം ഉണ്ടാകാറുണ്ട്. പക്ഷേ അതൊരു വികാരം മാത്രമാണ്. പക്ഷേ വിഷാദ രോഗം എന്ന് പറയുന്നത് ഈ വികാരത്തിനപ്പുറത്ത് പ്രതിസന്ധികളൊന്നും ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ്. അതിന് ഈ വിഷാദം എന്ന വികാരത്തിന് പുറമേ നമ്മുടെ എല്ലാ താല്പര്യങ്ങളും ഇല്ലാതാകുന്നു, നമ്മുടെ ജീവിതത്തോട് തന്നെ ഒരു വിരക്തി തോന്നുന്നു, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം ദുഷ്കരമാണ് എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നു, മരണമാണ് വഴി എന്നുള്ള ഒരു തോന്നൽ വരെ അതെത്തിക്കാം. ഉറക്കം കുറയുന്നു, വിശപ്പ് കുറയുന്നു, നമുക്ക് സന്തോഷം തരുന്ന എല്ലാത്തിൽ നിന്നും രോഗി പിന്തിരിയുന്നു. ഇത്തരത്തിലുള്ള വളരെ സങ്കീർണമായ ഒരു മാനസികാവസ്ഥയാണ് വിഷാദരോഗം കൊണ്ടുണ്ടാകുന്നത്. അത് സാധാരണ വിഷാദത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നേരത്തെ ചോദിച്ചതുപോലെ വിഷാദരോഗം അങ്ങനെ കൂടിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഏകദേശം കണക്കുകളൊക്കെ കാണിക്കുന്നത് ഒരു സമയത്ത് 3% ആൾക്കാർക്ക്, 3 മുതൽ 4% ആൾക്കാർക്ക് വിഷാദരോഗമുണ്ടെന്നാണ്. എന്നാൽ ഏകദേശം ഒരു 12% പേരെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിഷാദരോഗം അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാണ് സർവേകൾ കാണിക്കുന്നത്. അത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സന്ദർഭം, ഉദാഹരണത്തിന് ഒരു ക്ഷാമം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക പിന്നോക്കാവസ്ഥ, മൊത്തത്തിൽ സമൂഹത്തിൻ്റെ അങ്ങനെയുള്ള സമയങ്ങളിൽ വിഷാദത്തിൻ്റെ അളവ് സ്വല്പമൊന്ന് കൂടാം. പക്ഷേ ഏറെക്കുറെ അത് സ്ഥായിയായി വർഷങ്ങളോളം സ്ഥായിയായി ഈ ഒരു സംഖ്യ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും ഡോക്ടർ, ഞാനിപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു മറുപടിയിൽ നിന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രത്യേകിച്ചൊരു കാരണമില്ലാതെയും ചിലപ്പോൾ ഈ വിഷാദ അവസ്ഥ വന്നേക്കാം. പലപ്പോഴും തീർത്തും വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ മാനസിക ആരോഗ്യത്തെപ്പറ്റി നമ്മളിപ്പോൾ വളരെ കൂടുതൽ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം കാരണങ്ങൾ, പലപ്പോഴും ഈ ഡിപ്രഷൻ ഉള്ള ആളുകളിലേക്ക് നമ്മൾ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, അത്തരത്തിൽ കാരണങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഡിപ്രഷൻ വരുന്നത്? അപ്പോൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ വിഷാദ രോഗാവസ്ഥയിലേക്ക് ഒരാൾ നീങ്ങുന്നത് ഡോക്ടർ? ശരിക്കും പറഞ്ഞാൽ വിഷാദ രോഗം മറ്റ് ശാരീരിക രോഗങ്ങൾ പോലെ തന്നെ, ഉദാഹരണത്തിന് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രഷർ, ഇങ്ങനെയുള്ള രോഗങ്ങൾ പോലെ തന്നെ ഉണ്ടാകുന്ന ഒരു രോഗമെന്ന് നമുക്ക് കരുതേണ്ടി വരും. കാരണം പ്രധാനമായും അതിൻ്റെ കാരണങ്ങൾ എന്തെന്ന് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ജനിതക കാരണങ്ങളാണ്. മറ്റസുഖങ്ങളെപ്പോലെ തന്നെ, മറ്റ് ശാരീരിക രോഗങ്ങൾ പോലെ തന്നെ ഈ ജനിതക ആയിട്ടുള്ള ഘടകങ്ങൾക്ക് പുറമേ ചുറ്റുമുള്ള നമ്മുടെ എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും, കുട്ടിക്കാലത്തുണ്ടാകുന്ന അവസ്ഥകളും, ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ നമുക്കുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രതികൂലാവസ്ഥകളും എല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് ഉണ്ടാകുന്ന ഒരു രോഗമായി വിഷാദത്തെ കാണേണ്ടി വരും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ശൈശവാവസ്ഥ, അത് കഴിഞ്ഞ് നമ്മുടെ അഡൽട്ട്ഹുഡ്, അത് കഴിഞ്ഞ് വാർദ്ധക്യം, സ്ത്രീകളിലാണെങ്കിൽ അവരുടെ ആർത്തവം തുടങ്ങുന്നത് അല്ലെങ്കിൽ ആർത്തവ വിരാമം ഉണ്ടാകുന്നത്, ഇങ്ങനെയുള്ള ബയോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജൈവശാസ്ത്രപരമായിട്ടുള്ള ഘട്ടങ്ങളും ഒരു പരിധിവരെ, അതിൻ്റെ ഹോർമോണൽ ബാലൻസും ഒരു പരിധിവരെ ഡിപ്രഷനെ അല്ലെങ്കിൽ വിഷാദ രോഗത്തിന് കാരണമായി, അല്ലെങ്കിൽ അതിനെ കൂട്ടുന്നതിനോ അല്ലെങ്കിൽ അതിനെ ഒരു സമയത്ത് ഉണ്ടാക്കുന്നതിനോ ഇത്തരത്തിലുള്ള ഘടകങ്ങളും പ്രേരകമാണ്. ഇങ്ങനെ ജനിതക ഘടകങ്ങൾ, കുട്ടിക്കാലത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നമ്മുടെ വളർച്ചയുടെ ഘട്ടങ്ങളുണ്ടാകുന്ന പ്രതികൂലാവസ്ഥകൾ, ഹോർമോണൽ ബാലൻസ് ഉണ്ടാകുന്ന ജീവിതത്തിൻ്റെ ഘട്ടങ്ങൾ, ഇങ്ങനെയുള്ള പലതരം, പിന്നെ ചുറ്റുമുള്ള നമ്മുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്,
ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നാണ് ഒരു വിഷാദ രോഗത്തിലോട്ട് ലീഡ് ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനമായ അതിൻ്റെ ഒരു കോറെന്ന് പറയുന്നത് നമ്മുടെ ഒരു ബയോളജിക്കൽ ചേഞ്ചാണ്. അത് നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. അതിന് പലതരം കാരണങ്ങളുണ്ട്. പിന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂറോൺസിലുള്ള മാറ്റങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം ഇതിൻ്റെ കോറായിട്ട് പ്രവർത്തിക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ പലപ്പോഴും ഇപ്പോൾ മറ്റു അസുഖങ്ങൾ, ഇപ്പോൾ ശാരീരികമായി വരുന്ന അസുഖങ്ങളെ പോലെയല്ലല്ലോ മാനസികമായി വരുന്ന ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു അസുഖങ്ങൾ. ഡോക്ടർ, ഞാൻ ചോദ്യത്തിലേക്ക് വരാൻ ഇപ്പോൾ ഒരു കോളർ വന്നിട്ടുണ്ട്. തലശ്ശേരിയിൽ നിന്ന് ഉഷയാണ്. ഉഷ, ഡോക്ടറോട് ചോദിക്കാം. ചോദിച്ചോളൂ ഉഷ. ഡോക്ടർ, എനിക്ക് ഓരോരുത്തർ 6 മാസം കൂടുമ്പോൾ ചെറിയൊരു മാനസിക പ്രശ്നം, ശരീര തളർച്ചയാകാം, ഒരു ജോലി ചെയ്യാനും തോന്നൂല, ഒരാളോട് സംസാരിക്കാനും കിട്ടൂല, ആള് കൂടെ കൂട്ടത്തിൽ പോകാനും തോന്നുന്നില്ല. മാനസികമായിട്ട് എന്തെല്ലോ ഒരു ക്ഷീണം, തളർച്ച, മരിക്കണം എന്നെല്ലാം തോന്നുക. വയസ്സ് 57 വയസ്സായത്. എത്ര വയസ്സായി? 57 വയസ്സ്. 57 വയസ്സ്. ഓക്കെ. കുട്ടികളൊന്നുമില്ല, കല്യാണം കഴിഞ്ഞ കുട്ടികളില്ല. അതെല്ലാം കൊണ്ട് ഒരേ മനപ്രയാസം തന്നെ തോന്നുന്നു. ഇത് വർഷം തോറും വരുമെന്നാണോ പറഞ്ഞത് നേരത്തെ? വർഷം തോറും ഒരു 6 മാസം കൂടുമ്പം വരും. ഓക്കെ. അപ്പോൾ ഇതൊരു കൃത്യമായും ഒരു ഡിപ്രഷൻ്റെ തന്നെ ഒരു വിഷാദ രോഗാവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ദൂരെ നിന്ന്. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. ഈ പ്രത്യേകത, വിഷാദത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു അസുഖമാണ്. അതായത് ഒരു വർഷത്തിൽ ഇങ്ങനെ ഒരു വർഷത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 2 അല്ലെങ്കിൽ ചിലപ്പോൾ 6 മാസമോ 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞ് അടുത്ത എപ്പിസോഡ് അല്ലെങ്കിൽ അടുത്ത ഘട്ടം ഡിപ്രഷൻ ഉണ്ടാകും. ഇങ്ങനെ വിട്ട് വരുന്ന ഒരു രോഗാവസ്ഥയും കൂടെയാണ് വിഷാദം. അതും താങ്കളുടെ അസുഖത്തിൻ്റെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇതൊരു വിഷാദ രോഗം തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് നോക്കണം. പിന്നെ മറ്റ് മെഡിക്കലായിട്ടുള്ള കാരണങ്ങളുണ്ടോ എന്ന് നോക്കണം. ഉടനെ തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നത് ഉത്തമമായിരിക്കും. അതിൽ കൃത്യമായും പ്രതിവിധി ഉണ്ടാവും. മരുന്ന് കഴിക്കുന്നുണ്ട്. ശരി. അതിൽ മാറ്റം ഉണ്ടാവുന്നുണ്ടോ? ചെറിയൊരു മാറ്റം തോന്നുന്നുണ്ട്. ഇപ്പം വീട് ജോലിയെല്ലാം എടുക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ ഒരു ആള് കൂടിയ കൂട്ടത്തിലെല്ലാം പോകണമെന്ന് തോന്നുന്നുണ്ട്. മരുന്ന് തുടർന്ന് കഴിക്കുകയാണെങ്കിൽ അസുഖം വരാതിരിക്കുകയും ചെയ്യും. അതാണ് വേറൊരു കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടത്. അതായത് ഒരിക്കൽ വന്നിട്ട് അത് മരുന്ന് നിർത്തിക്കളയരുത്. അതൊരു കൃത്യമായ തോതിൽ കഴിച്ചുകൊണ്ടിരുന്നാൽ മരുന്ന് കൊണ്ട് 2 പ്രയോജനങ്ങളുണ്ട്. ഒരു പ്രാവശ്യം വിഷാദം ഉണ്ടായാൽ അതിനെ ചികിത്സിക്കാനും ഇനി വിഷാദാവസ്ഥ വരാതിരിക്കാനും കൂടെ മരുന്ന് സഹായിക്കും. അതുകൊണ്ട് ഈ മരുന്നുകൾ പിന്നെ കുറഞ്ഞ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അവസ്ഥയിൽ തുടർന്ന് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് അസുഖം വരാതെ നോക്കാൻ പറ്റും. പക്ഷെ ഞാൻ തൈറോയിഡിന്റെ ഗുളിക കുടിക്കുന്നുണ്ട്, ആസ്മന്റെ മരുന്ന് കുടിക്കുന്നുണ്ട്, വെരിക്കോസിന്റെ മരുന്ന് കുടിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ അസുഖത്തിനും മരുന്ന് കുഴപ്പമില്ല. അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുകയാണ്. ഈ മരുന്നുകളെല്ലാം നോക്കിയിട്ട് അവ തമ്മിലൊരു ഒരു റിയാക്ഷൻ ഇല്ല എങ്കിൽ വിഷാദത്തിനെ ചികിത്സിക്കുക തന്നെ ചെയ്യണം. വിഷാദത്തിനെ ചികിത്സിക്കുകയാണെങ്കിൽ മറ്റ് രോഗങ്ങളിൽ നിന്നുള്ള ശാന്തി കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. തീർച്ചയായും ഡോക്ടർ ഉഷയ്ക്ക് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഡോക്ടർ, ഞാൻ കോളിന് മുന്നേ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് ശാരീരിക അസുഖങ്ങൾ, അത് പനി പോലെയുള്ള മറ്റ് ശാരീരിക അസുഖങ്ങൾ വരുമ്പോൾ മരുന്ന് കഴിച്ച് 2 ദിവസത്തിനുള്ളിൽ അസുഖം മാറുന്നത് പോലെ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ലല്ലോ ഈ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നതോ അല്ലെങ്കിൽ ആ അസുഖം നമ്മളിൽ നിന്ന് ഭേദമായി പോകുന്നതോ. അപ്പോൾ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ആരൊക്കെയായിരിക്കും ഡോക്ടർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? എത്തരത്തിലുള്ള ആൾക്കാരായിരിക്കും ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് ഈ രോഗം എങ്ങനെ തടയാൻ സാധിക്കും? ഇതിനകത്ത് 2-3 ചോദ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പനി വരുമ്പോൾ പാരസെറ്റമോൾ കഴിക്കുന്നു, അതുപോലെ ഡിപ്രഷൻ മാറുന്നില്ല. മിക്കവാറും എല്ലാ വിഷാദത്തിൻ്റെ ഗുളികകളും നമ്മൾ വിഷാദത്തിൻ്റെ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ച കഴിഞ്ഞാലേ മാറ്റങ്ങൾ തുടങ്ങുള്ളൂ. അപ്പം അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് ഒരു സാമാന്യ വളരെ അത്ര ഗുരുതരമല്ലാത്ത രോഗത്തിൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. അതിനെ ക്ഷമിക്കാൻ പറ്റും. ഒരു 3 ആഴ്ചയെ കഴിയുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഒരു 6 ആഴ്ച കൊണ്ട് നല്ല മാറ്റം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് ഒറ്റ പ്രാവശ്യമാണെങ്കിൽ വിഷാദം വരികയാണെങ്കിൽ നമ്മളൊരു 9 മാസം വരെ, ഉദ്ദേശം 9 മാസം വരെ ഗുളിക കഴിക്കണം. അതിനുശേഷം ഡോക്ടർ പറയുകയാണെങ്കിൽ നിർത്താം. ഇല്ലെങ്കിൽ
വീണ്ടും അസുഖം ഉണ്ടാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തുടർന്ന് കഴിക്കേണ്ടി വരും, അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം ആരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. അപ്പം അത് നമ്മൾ പല ഘട്ടങ്ങളെടുക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വിദ്യാർത്ഥികളിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ ചിലപ്പം ഈ വിഷാദത്തിനെ പറ്റി അവർ പറഞ്ഞു എന്ന് വരത്തില്ല. അപ്പോൾ അവരുടെ പഠിത്തത്തിലുള്ള പിന്നാക്കാവസ്ഥ, അല്ലെങ്കിൽ പിന്നെ മൊത്തത്തിലുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ, കളിയിൽ താല്പര്യം ഇല്ലാതിരിക്കുക, പെട്ടെന്ന് ദേഷ്യം വരിക, ഇത്തരത്തിലുള്ള അവസ്ഥകൾ വരികയാണെങ്കിൽ നമ്മൾ കാര്യമായി സംശയിക്കണം, വിഷാദമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. രണ്ട്, പിന്നെ നമ്മുടെ പിന്നെ സ്ത്രീകളിലാണെങ്കിൽ പ്രധാനമായിട്ടും ഈ ആർത്തവത്തിന് മുമ്പുള്ള സമയം, അല്ലെങ്കിൽ മെനപ്പോസ് ആർത്തവിരാമത്തിന് ശേഷമുള്ള സമയം, പിന്നെ അല്ലാതെ ഉള്ള സമയങ്ങളിലുമെല്ലാം അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ജോലി സ്ഥലത്തിലാണെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ഒരാൾ പെട്ടെന്ന് ജോലിയിൽ നിന്ന് മാറി നിൽക്കുകയോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കുറയുകയോ ചെയ്യുന്നു എന്ന് നമ്മൾ തോന്നുകയാണെങ്കിൽ ചിലപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് അദ്ദേഹത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഡിപ്രഷൻ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ, കാരണം ഈ വിഷാദം കൊണ്ട് നമ്മുടെ ജീവിതം മാറുന്നുണ്ട്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ ഇല്ലാതാകുന്നുണ്ട് അല്ലെങ്കിൽ കുറയുന്നുണ്ട്. നമ്മൾ മുമ്പ് ചെയ്ത അതേ തീർച്ചയായും ഡോക്ടർ, ഞാൻ ഇടപെടുകയാണ്. ഒരു പ്രേക്ഷക സംശയവുമായി ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് ധന്യ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, എനിക്ക് ഭയങ്കര ടെൻഷനും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും കേട്ടൂടല്ലോ, ഒന്ന് ഉറച്ചു. ധന്യ, ദയവായി കുറച്ച് ഉറക്കെ ചോദിക്കാമോ? ടി വി വെച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് ചോദിക്കാമോ? ടി വി മാറിയ തന്നെ നിൽക്കുന്നത് ഭയങ്കര പേടിയാണ്. എനിക്ക് ഭയം, ചെറിയൊരു പ്രശ്നം മതി, എനിക്ക് ഭയങ്കര പേടിയാണ്. എന്തിനെ പറ്റിയാ പേടി? ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. ചെറുതായിട്ടൊന്ന് സൗണ്ട് കേട്ടത് ചെറിക്കുന്നു, ഉറക്കത്തിലായാലും എപ്പോഴും തെറിച്ചുകൊണ്ടിരിക്കും. ചിന്തകൾ ഉണ്ടാകുന്നുണ്ടോ എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന? അതെ. എന്ത് പറയാൻ പറ്റുന്നതാണെങ്കിൽ? അല്ല, പറയാൻ പറ്റുന്നതല്ല. ഓക്കെ. അതിൽ ഇതിനകത്ത് വിഷാദമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റ് നമ്മൾ ആൻസൈറ്റി ഡിസോർഡേഴ്സിൽ പെടുന്ന പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്. അതിനകത്തൊരു ചെറിയൊരു ഗോപ്യാവസ്ഥയുണ്ട്. അത് ഇത്തരത്തിലുള്ള ഒരു ഓപ്പൺ ഫോറത്തിൽ പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കൃത്യമായും ഒരു ഡോക്ടറെ മുഖാമുഖം കണ്ട് സംസാരിക്കുകയും തീർച്ചയായും പരിഹാരമുണ്ടാകും. ഇതൊരു ആൻസൈറ്റി ഡിസോർഡർ ആണെന്ന് തോന്നുന്നു. ആൻസൈറ്റി ഡിസോർഡർ 1, അത് ഡോക്ടറെ കണ്ടാലേ പറയാൻ പറ്റൂ. ഉടൻ തന്നെ ഡോക്ടറെ കാണുക, മാറ്റങ്ങളുണ്ടാകും. തീർച്ചയായും ഡോക്ടർ ഇപ്പോൾ ആങ്സൈറ്റി ഡിസോർഡേഴ്സിനെ പറ്റി സൂചിപ്പിച്ചു. അപ്പോൾ ഡോക്ടർ, പലപ്പോഴും ഏത് സാഹചര്യത്തിലാണ് ഇതൊരു മെഡിക്കേഷനിലോട്ട് എത്തുന്ന ഒരു സാഹചര്യം വരുന്നത്? ഇപ്പോൾ ഈ തെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങളിലൂടെ തന്നെ ചികിത്സ നേടുന്നവരുണ്ട്, പലപ്പോഴും അത് മെഡിക്കേഷനിൽ എത്തുന്നതുണ്ട്. അപ്പോൾ ഏത് സാഹചര്യത്തിലായിരിക്കും ഡോക്ടർ ഇതൊരു മെഡിക്കേഷനിലോട്ട് എത്തുക? ആൻസൈറ്റിയെ പറ്റിയാണോ, ഡിപ്രഷനെ പറ്റിയാണോ, വിഷാദത്തെ പറ്റിയാണോ? ഡിപ്രഷനെ പറ്റിയാണ് ഡോക്ടർ. ഓക്കെ. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വിഷാദം, അതിൻ്റെ ആധിക്യം എന്ന് പറയുന്നത് ഒരു രോഗത്തിൻ്റെ അത്രത്തോളം വരില്ല. അങ്ങനെയുള്ള അവസ്ഥയിലോ വളരെ ലഘുവായ ഡിപ്രഷനിലോ കൗൺസിലിംഗ് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാം. പക്ഷേ കൃത്യമായി രോഗത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിലും ആത്മഹത്യാ പ്രവണത ഉണ്ടാവുകയാണെങ്കിലും മറ്റ് സാഹചര്യങ്ങളൊന്നും കൊണ്ടല്ല ഡിപ്രഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കൗൺസിലിങ്ങിലോ സൈക്കോതെറാപ്പിയിലോ കൊണ്ട് മാത്രം നമുക്കൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. മരുന്നുകൾ വേണ്ടിവരും. അതിൻ്റെ കൂട്ടത്തിൽ കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും പ്രധാനമാണ്. കാരണം ഇവിടെ ഈ വിഷാദം കൊണ്ട് മറ്റ് ചില അപകടങ്ങളുണ്ടാകാം. കാരണം ആത്മഹത്യാ പ്രവണത അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊരു കൗൺസിലിങ്ങോ സൈക്കോതെറാപ്പിയോ കൊണ്ട് മാത്രം ഒരു ഗുരുതരാവസ്ഥയിലുള്ള ഡിപ്രഷനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അതിന് മരുന്ന് ചികിത്സ തന്നെ വേണം. അതിന് കൃത്യമായി ചിലപ്പോൾ കിടത്തി ചികിത്സയും വേണ്ടി വരും. കാരണം അദ്ദേഹത്തെ ഒബ്സർവ് ചെയ്യണം. കാരണം ഒരു ആത്മഹത്യ ശ്രമം നടത്താനായിട്ട് ഒരു നിമിഷം മതി. അതുകൊണ്ടൊരു മോണിറ്ററിങ്ങും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ വളരെ കൃത്യമായി വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു സാഹചര്യമാണ്.
ഡോക്ടർ, അതുപോലെ ഒരു സംശയമാണ്. പലപ്പോഴും ഈ ഡിപ്രഷൻ പൊതുവെയുള്ള ഒരു ധാരണ എന്നത് ഈ ഡിപ്രഷനുള്ള ആളുകൾ അധികം സംസാരിക്കാതെ ഇരിക്കും, അല്ലെങ്കിൽ അവരുടെ സ്വഭാവങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നൊരു ധാരണയുണ്ട്. പക്ഷേ പലപ്പോഴും വായിച്ചിട്ടുണ്ട്, അതായത് ഒരു ഡിപ്രഷനുള്ള ആളെ അങ്ങനെ അവരുടെ ബിഹേവിയറിൽ നിന്ന് മനസ്സിലാക്കുക എന്നത് അത്ര എളുപ്പമല്ല എന്ന്. പലപ്പോഴും പല ആളുകൾക്കും അവർ മാനസികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അത് പുറത്തു പറയാനും മടിയായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും ഡോക്ടർ? ഇതിനകത്ത് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതൊരു ഒരാളുടെ ഒരു പേഴ്സണാലിറ്റി അല്ല. അങ്ങനെ സാധ്യമല്ല. അത് ഒരു സാധാരണ രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റ് വളരെ നോർമലായിട്ടുള്ള ഒരു വ്യക്തിയിൽ തന്നെ ഡിപ്രഷൻ ഉണ്ടാകാം. അതിങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സാധനമല്ല, തുടർച്ചയായിട്ടുള്ള സാധനമല്ല. അത് ഒരു കുറച്ച് നാൾ നീണ്ടു നിൽക്കും. മിക്കവാറും സാഹചര്യങ്ങളിൽ അത് കുറയുകയും ചെയ്യും. പക്ഷെ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അതിനെ ഗുരുതരമാക്കുന്നത്. അപ്പോൾ അതൊരു രോഗമായിട്ട് എടുക്കണം. 2, ഇതെങ്ങനെ തിരിച്ചറിയാമെന്ന് ഉള്ളത്, ഒന്ന് ഒരു മെഡിക്കൽ, നമ്മൾ സാധാരണഗതിയിൽ ഈ രോഗിക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു ഡിസ്ട്രെസ്, അല്ലെങ്കിൽ ജീവിതത്തോടുണ്ടാകുന്ന വിരക്തി, അല്ലെങ്കിൽ ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ ശാരീരിക അസുഖങ്ങളുടെ ആധിക്യം, ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ, ഇന്നലെ വരെ നമ്മൾ സന്തോഷിച്ചിരുന്ന കാര്യങ്ങൾ സന്തോഷിക്കാതിരിക്കാൻ പറ്റുക, മൊത്തത്തിൽ നമ്മുടെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്നു എന്ന് തോന്നുക, സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ഇതായിരിക്കും ഒരു ഡിപ്രഷൻ്റെ ഒരവസ്ഥ. അതിന് ഇത് രോഗിക്ക് അനുഭവപ്പെടുന്നതാണ്. ചുറ്റുമുള്ള ഒരാളിനെ സംബന്ധിച്ചോളം നമ്മളോട് ഭംഗിയായി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ പ്രതികരണം കുറയുന്നു, മൊത്തത്തിൽ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് മാറുന്നു, ഉറക്കം കുറയുന്നു, ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ പിന്നെ മൂകം അല്ലെങ്കിൽ മൗനമാകുന്നു. ഇത്തരത്തിലുള്ള ഒരു ബാഹ്യലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ ഉറപ്പിച്ച് സംശയിക്കണം, ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം പോലുള്ള ഒരു രോഗാവസ്ഥയിലോട്ട് ഈ വ്യക്തി പോകുന്നു. തുടർന്ന് നമ്മൾ അദ്ദേഹത്തോട് വളരെ കാര്യമായി ചോദിക്കുകയും അല്ലെങ്കിൽ ഒരു വിദഗ്ധൻ്റെ സഹായം തേടുകയും വേണം. തീർച്ചയായും ഡോക്ടർ, അതുപോലെ തന്നെ ഡിപ്രഷൻ മൂലം ഉണ്ടാകുന്ന സങ്കീർണതകൾ എന്തെല്ലാമായിരിക്കും? ഡിപ്രഷൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഡിപ്രഷൻ എന്ന് പറയുന്നത് വളരെ ലഘുവായ രീതിയിൽ വരാം, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വരാം. പക്ഷേ ഇതൊന്നുമില്ലാതെ തന്നെ വളരെ ഗുരുതരമായ ഒരു രോഗമായും വരാം. ഈ ഗുരുതര രോഗത്തിൻ്റെ ചില പ്രശ്നങ്ങളെന്ന് പറയുന്നത്, എന്ന് പറഞ്ഞാൽ ഒരാൾ ടോട്ടലി അങ്ങ് ഇനാക്റ്റീവായിട്ട് ഒരു പ്രവർത്തനവും ഇല്ലാത്ത അവസ്ഥയിലോട്ട് മാറുന്ന ഒരു രീതിയിൽ വരാം. കൂടാതെ നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില തോന്നലുകൾ, അത് 2 രീതിയിലാണ്. ചില വിശ്വാസങ്ങൾ, ചില അനുഭവങ്ങൾ. വിശ്വാസങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പം എൻ്റെ ജീവിതം എനിക്കൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ മൊത്തത്തിൽ പിന്നെ ദരിദ്രനായി മാറി, എൻ്റെ ശരീരമില്ല, അല്ലെങ്കിൽ ശരീരത്തിൽ പിന്നെ അവയവങ്ങളെല്ലാം പ്രവർത്തനം നിലച്ചു, ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഉണ്ടാകാം. അതുകൂടാതെ ചില ശബ്ദങ്ങൾ ചെവിയിൽ കേൾക്കുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റാൾക്കാർ കുറ്റപ്പെടുത്തുന്നത് പോലെ, ഇത്തരത്തിലുള്ള നമ്മളതിനെ പറയുന്ന സൈക്കോട്ടിക് സിംറ്റംസ് എന്നാണ്. അത്തരത്തിലുള്ള ഒരു ഡിപ്രഷനിലുണ്ടാകാം. മൂന്നാമത്തേതെന്ന് പറയുന്നത് ആത്മഹത്യാ പ്രവണതയാണ്. കാരണം ഈ വിഷാദം സഹിക്കുന്നതിനേക്കാൾ അപ്പുറം ഈ ജീവിതം അവസാനിപ്പിക്കുകയാണ് നല്ലത് എന്നുള്ള ഒരു അഗണി, അല്ലെങ്കിൽ ഒരു ജീവിത സന്ധിയിലോട്ട് എത്തുന്നു. ഇത് 3ഉമാണ് പ്രധാനമായും ഒരു വിഷാദത്തിലുണ്ടാകാൻ സാധ്യതയുള്ള സങ്കീർണതകൾ. നാലാമത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ വിഷാദത്തിൻ്റെ ഒരവസ്ഥയുണ്ട്, വിഷാദത്തിനപ്പുറം. അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു നാണയത്തിൻ്റെ മറുപുറം എന്ന് പറയാം. അത് നമ്മൾ പറയുന്നത് മാനിയ എന്ന് പറയുന്നത്, അതായത് ഉന്മാദം എന്ന് പറയുന്നത്. ഒരു അസുഖത്തിൽ ഈ വിഷാദവും ഉന്മാദവും അൾട്ടർനേറ്റ് ചെയ്ത്, അതായത് വിട്ടുണ്ടാകും. ഒരിക്കലും ഉന്മാദമാണെങ്കിൽ വേറൊരു സമയത്ത് വിഷാദം. ഇതിനെ നമ്മൾ പറയുന്നത് ബൈപ്പോളാർ ഡിസോർഡർ എന്നാണ് പറയുന്നത്. ഈ ബൈപ്പോളാർ ഡിസോർഡറിലുള്ള ആൾക്കാരിലും നമ്മൾ ചിലപ്പം കാണുമ്പോൾ വിഷാദമായിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. അവർക്ക് ഒരു പ്രത്യേക ചികിത്സ ആവശ്യമാണ്. കാരണം ബൈപ്പോളാർ ഡിസോർഡറിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന വിഷാദം പ്രത്യേക ശ്രദ്ധ വേണ്ട ഒരു അസുഖമാണ്. അപ്പം ഈ 4 കാര്യങ്ങൾ, ഒന്ന് ആത്മഹത്യാ പ്രവണത, സൈക്കോട്ടിക് സിംറ്റംസ് എന്ന് പറയുന്ന പിന്നെ വിഹ്വലമായ, അല്ലെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ അനുഭവപ്പെടാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ, പിന്നെ ബൈപ്പോളാർ ഡിസോർഡർ, അല്ലെങ്കിൽ ഗുരുതരമായ ഒരു ഡിപ്രഷൻ, ഒരു സഹിക്കാൻ പറ്റാത്ത ഒരു ഡിപ്രഷൻ, അങ്ങനെ അല്ലെങ്കിൽ ഒരു കിടപ്പിലാക്കുന്ന ഒരു ഡിപ്രഷൻ, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സങ്കീർണതകൾ.
ഡോക്ടർ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും രാജനാണ്. രാജൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. രാജൻ ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. കോൾ നഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നത് ഡോക്ടർ നമ്മൾ ഈ ചർച്ച തുടങ്ങി, നമ്മൾ ഈ ഡിസ്കഷൻ തുടങ്ങിയ സമയത്ത് ആദ്യം ഒരു പ്രേക്ഷക സൂചിപ്പിച്ചിരുന്നു 6 മാസം കൂടുമ്പോൾ അവർക്ക് ഇത്തരത്തിലൊരു അവസ്ഥയിലോട്ട് അവർ എത്തുന്ന ഒരു സാഹചര്യമുണ്ടെന്ന്. അപ്പോൾ ഡോക്ടർ, ഈ ഡിപ്രഷൻ പൂർണ്ണമായും നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്ന ഒന്നല്ലേ? അതെ, ഒരു 60-70% വരെ തീർച്ചയായും ആ ഡിപ്രഷൻ, പ്രത്യേകിച്ചും ഒരു ഗുരുതരമല്ലാത്ത രോഗം നമുക്ക് കൃത്യമായും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചികിത്സിച്ച് മാറ്റുകയല്ല ചെയ്യുന്നത്, ആ രോഗത്തിനെ കൺട്രോൾ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളൊരു മോഡൽ നമ്മൾ എടുക്കേണ്ടത് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് പ്രഷർ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ ഡയബറ്റീസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അസുഖത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അസുഖത്തിൽ നിന്ന് നമുക്ക് മുക്തി കൊടുക്കുന്നു. പക്ഷേ നമ്മൾ മരുന്ന് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. കാരണം മരുന്ന് നിർത്തുമ്പോഴത്തേക്ക് അസുഖം തിരിച്ചു വരാനുള്ള അല്ലെങ്കിൽ അത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് റിക്കറൻറ്റ് നേച്ചറുണ്ട്, അത് വിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ചില ഒരു നല്ല ശതമാനം രോഗികളിൽ നമ്മൾ മരുന്ന് തുടരേണ്ടി വരും, വീണ്ടും അസുഖം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ കാണാനായത്. അത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു രോഗത്തിന് നമ്മൾ എങ്ങനെ ചികിത്സിക്കുന്നുവോ അതുപോലെ വേണം തുടർച്ചയായി വരുന്ന ഡിപ്രഷനെ ചികിത്സിക്കാനായി. ഡോക്ടർ, ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് സുരേഷാണ്. സുരേഷ്, ഡോക്ടറോട് ചോദിക്കാം. ചോദിച്ചോളൂ സുരേഷ്. ഡോക്ടറെ ചോദിച്ചോളൂ. ഹലോ. കേൾക്കുന്നുണ്ട്. എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് മൂപ്പർക്ക് വളരെയധികം ടെൻഷൻ, ഉത്കണ്ഠ, പേടി ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങള് ഡോക്ടറെ കാട്ടിയപ്പോ ഡോക്ടർ പറഞ്ഞു അവന് ഉത്കണ്ഠയാണ്, ടെൻഷനാണ്, അങ്ങനെ പുറത്തേക്ക് അങ്ങനെ സംസാരിക്കുന്നില്ല, വിഷാദരോഗമൊന്നുമില്ല, ആള് പാട്ടൊക്കെ ചിരിച്ച് വർത്തമാനം പറയുകയൊക്കെ ചെയ്യും, പക്ഷെ എപ്പോഴും ഒരു മൂഡൌട്ട് പോലെയാണ്. അങ്ങനെ ഞങ്ങള് തൃശ്ശൂർ ഒരു ഹോസ്പിറ്റലിൽ കാട്ടി. ഹോസ്പിറ്റലിൽ ആയിട്ട് ഡോക്ടർ പറഞ്ഞു പേടിക്കേണ്ട കാര്യമില്ല, ഒരു 3 മാസം ഗുളിക കഴിച്ചാൽ മതി പറഞ്ഞു. ഒരു 3 മാസം ഗുളിക കഴിച്ചു, ഇപ്പൊ കുറവായി. ഇപ്പൊ മൂപ്പർക്ക് 21 വയസ്സായി. ഒരു 1.5 കൊല്ലം മുമ്പ് മൂപ്പർക്ക് ഫിക്സ് വന്നു. ഈ ഫിക്സ് വന്നത് ഈ ഡിപ്രഷന്റെ അല്ലെങ്കിൽ ഭയത്തിന്റെ കാരണം കൊണ്ടാണോ ഡോക്ടർ? ഇതിൽ നിന്ന് നമ്മൾ ഈ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ചിലപ്പോൾ ചില ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, അതായത് നമ്മൾ പറയുന്നില്ലേ നമ്മുടെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്ന ചില കണ്ടീഷൻസ്, ഫോർ എക്സാമ്പിൾ ഒരു ട്യൂമറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ആയിട്ടുള്ള ട്യൂമർ തന്നെ വരണമെന്നില്ല, മറ്റെന്തെങ്കിലും കാരണങ്ങളോ നമ്മൾ ചിലപ്പം ഒരു സെക്കൻഡറി ആയിട്ടുള്ള ഒരു ഡിപ്രഷൻ ഉണ്ടാക്കിക്കൂടാ എന്നില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ അങ്ങനെയുള്ള സാധ്യതകൾ, ഇതിനകത്ത് 21 വയസ്സേ ഉള്ളൂ, അപ്പോൾ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ നമ്മൾ ഒരു 60 വയസ്സോ അല്ലെങ്കിൽ 50 വയസ്സോ കഴിയുന്ന ആൾക്കാരിൽ ഡിപ്രഷൻ ആദ്യം വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായും അതിന് മെഡിക്കലായിട്ടുള്ള മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ ശരിക്കും ഒരു പ്രൈമറി അല്ലെങ്കിൽ ഡിപ്രഷൻ മാത്രം അല്ലെങ്കിൽ വിഷാദം മാത്രമാണെന്ന് നമ്മൾ സ്ഥിരീകരിക്കാറുള്ളൂ. ആ പരിശോധനകളെല്ലാം നെഗറ്റീവ് ആണെന്നുള്ള ഉറപ്പിച്ചിട്ടാണ് നമ്മൾ വിഷാദത്തിനുള്ള ചികിത്സ തരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഫിറ്റ്സ് വന്നതുകൊണ്ട് മറ്റെന്തെങ്കിലും ഒരു മെഡിക്കൽ കാരണമുണ്ടോ എന്നും നമ്മൾ നോക്കേണ്ടത്. പക്ഷേ ഡിപ്രഷനിൽ ഒരിക്കലും ഫിറ്റ്സ് വരില്ല. ശരിക്കുള്ള വിഷാദ രോഗത്തിൽ ഫിറ്റ്സ് വരാനുള്ള സാധ്യത കുറവാണ്. തീർച്ചയായും അതുണ്ടാകാൻ സാധ്യതയില്ല. തീർച്ചയായും ഡോക്ടർ പ്രേക്ഷകന് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ വിഷാദരോഗം ബാധിച്ചവരുടെ ചികിത്സാ രീതികളെ പറ്റിയെല്ലാം സംസാരിച്ചു. അപ്പോൾ ഇവരുടെ സുഹൃത്തുക്കളും കുടുംബങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഡോക്ടർ? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ഈ ഒരു പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ വിഷാദം എന്ന് പറയുന്നത് ജീവിതത്തിലെ നമ്മൾക്കെല്ലാം അനുഭവപ്പെടുന്ന ഒരു വിഷാദമല്ല എന്ന് മനസ്സിലാക്കണം. അതിനെ മിനിമൈസ് ചെയ്യുക, അതിനെ റെഡിക്യൂൾ ചെയ്യുക, നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് രോഗിയെ ഒരു ചികിത്സയിൽ നിന്ന് പിന്തിരിപ്പിക്കാതിരിക്കുക, അതാണ് പ്രധാനമായിട്ടും ഒരു കാരണം. പിന്നെ ഒറ്റപ്പെടുത്താതിരിക്കുക, ഒരു മരുന്ന് കഴിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ രോഗിയാകുന്നില്ല, ഒറ്റപ്പെടുത്താതിരിക്കുക, സപ്പോർട്ട് ചെയ്യുക. 3,
നമ്മുടെ ചുറ്റുമുള്ള ഒരാളിൽ വിഷാദത്തിൻ്റെ ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ, ആ സിഗ്നൽസ് കാണുമ്പോൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് തിരിച്ചറിയുകയും അതിന് കൃത്യമായ ഒരു ഉപദേശം കൊടുക്കുകയും, അത് വളരെ സട്ടിലായിട്ട്, നീ പോയി സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടതെന്നൊന്നുമല്ല പറയേണ്ടത്. നോക്കൂ, നിനക്ക് എന്തോ ഒരു വിഷമമുള്ളതുപോലെ തോന്നുന്നു, എന്താണ് വിഷമം, അതിൽ നമ്മൾ നേരത്തെ ചോദിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സഹായത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുക. ഡോക്ടർ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ആലപ്പുഴയിൽ നിന്ന് രാജനാണ്. രാജൻ, വേഗം ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ രാജൻ. ശരി ഓക്കെ. ചോദിച്ചോളൂ സാറേ. എൻ്റെ മോളെ സാറേ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഹലോ. സാറേ, എൻ്റെ മോക്കൊരു ആരും ഫേസ് ചെയ്യത്തില്ല. ഇങ്ങനെ കുഞ്ഞിരിക്കുക. അപ്പൊ അതൊരു ആരെ കണ്ടാലും ഫേസ് ചെയ്യത്തില്ല. എന്നെ എന്റെ മക്കളെ കണ്ട എന്റെ വൈഫ് അവരുടെ കണക്ഷൻ പിന്നീട് പോയെന്ന് തോന്നുന്നു. കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ, ബാക്കി തുടർന്നോളൂ. പുറത്തോട്ട് ഇറങ്ങത്തില്ല. പുറത്തോട്ട് ഇറങ്ങാൻ വഴിയാണ്. പിന്നെ ദേഷ്യം വരും. അങ്ങനെ ഇരിക്കുന്ന ദേഷ്യം വരും. പെട്ടെന്ന് ദേഷ്യം വരും. ഇത് എത്ര വയസ്സ് മുതലാണ്? മോക്കൊരു 20 വയസ്സ് തൊട്ട് തുടങ്ങിയത്. അപ്പം ഇത് 30 വയസ്സായി. ഇത് ഡിപ്രഷൻ മാത്രം, വിഷാദം മാത്രമാണെന്ന് തോന്നുന്നില്ല. ഒരു അതിനപ്പുറം ഒരു രോഗാവസ്ഥയായിട്ട് തോന്നുന്നു. എന്തായാലും ചികിത്സ എടുക്കുന്നുണ്ടോ ഇപ്പം? ചികിത്സ നമ്മളെ എറണാകുളത്ത് CA ജോണെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ കുറച്ചൊക്കെ? ഗുളിയുണ്ട്, 2 ഗുളിയൊക്കെ ഉണ്ട്. വ്യത്യാസം അങ്ങോട്ട് വരുന്നില്ല. അപ്പൊ സാറിന് വന്നപ്പോ ഒന്ന് കാണാൻ വേണ്ടിയായിരുന്നു. ശരി. അപ്പോൾ എന്തായിരുന്നാലും ചികിത്സ നടക്കുന്നുണ്ട്. ഇത് വിഷാദമാണെന്ന് തോന്നുന്നില്ല. എനിക്ക് ദൂരെ നിന്ന് ഇത് പറയാൻ പറ്റുന്നില്ല. അത് ഗുരുതരമായൊരു മാനസിക രോഗമായിട്ടാണ് തോന്നുന്നത്. മറ്റ് കാര്യങ്ങളിലോട്ട് ഞാൻ കടക്കുന്നില്ല, കാരണം എനിക്ക് ദൂരെ നിന്നൊരു കാര്യം പറയാൻ പറ്റില്ലല്ലോ. തീർച്ചയായും ഡോക്ടർ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു. കൂടുതൽ ചോദ്യങ്ങളുമുണ്ട്. സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്തത് വിഷാദരോഗം എങ്ങനെ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ച് ഭേദമാക്കാം എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ കെ വിധുകുമാറാണ്. വളരെയധികം നന്ദി ഡോക്ടർ. നമസ്കാരം. ഹലോ ഡോക്ടർ അവസാനിക്കുന്നു. നമസ്കാരം.